എനിക്ക് 2 ആൺമക്കളാണുള്ളത്. നാളെ അവർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2 പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്കൊരു അഫയറോ ഇഷ്ടം ഉണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടതാണ്. അതായത് +1ലും +2ലും പഠിക്കുന്നു, 2 കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് പോലീസിൽ കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു. 20 വർഷം, അതായത് ഒരുത്തനെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. എന്തിനാണ്? +1ലും +2ലും പരസ്പരം അഫയറും ഇഷ്ടമുണ്ട് കുട്ടികളുണ്ടായിരുന്നു. വേറെ നൗഫലിന്റെ കേസ് അറിയേണ്ടതാണ്. ഞാൻ നൗഫലിനോട് ചോദിച്ചു, മോനെ പെണ്ണ് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 19 വയസ്സ്, പെണ്ണിന് 17 വയസ്സ്. ഞാൻ പറഞ്ഞത് ആ മോശമല്ലേ നീ ചെയ്ത്? ചേട്ടാ എന്റെ ഭാര്യയാണ് ചേട്ടാ, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണവും നിക്കാഹും എല്ലാം ആയതാണ്. ഈ പെൺകുട്ടി സ്കൂളിൽ കൗൺസിലിംഗിന്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു. പയ്യൻ 20 വർഷം പോക്സോ അടിച്ചു കൊടുത്തു. ഇപ്പൊ 1,65,000 70,000 ജാമ്യം കെട്ടിവെച്ചാൽ ഇവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ? സ്ഥിരം ഭാര്യ കാണാൻ വരാറുണ്ട്, ഭാര്യയും ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മായച്ചനും കാണാൻ വരാറുണ്ട്. പയ്യന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? പയ്യന്റെ വീട്ടുകാർ ഇവരും തമ്മിൽ കല്യാണം ഉറപ്പിക്കുകയും നിക്കാഹുകയും ചെയ്തു, അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് 20 വർഷം പോക്സോ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. വേറെ ശ്രീകാന്ത് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രായം കഴിഞ്ഞതാണ്, അതായത് പ്രായമൊക്കെ നോർമലാണ്. വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പെൺ വീട്ടുകാർക്ക് ഇവനെ എങ്ങനെങ്കിലും അവോയ്ഡ് ചെയ്യണം, കൊണ്ട് പോക്സോ കൊണ്ട് കൊടുത്തു. പെണ്ണിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു, ചെയ്തു. ഇല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യും നീ അവനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ. പെൺകുട്ടി അവിടെ ഇവിടെയും തൊടാത്തൊരു മൊഴി കൊടുത്തു, അവന് 20 വർഷം കിട്ടി. നാളെ അങ്ങനെ 20 വർഷം നമുക്ക് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുട്ട് കയറുന്ന മനസ്സിലാവുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ? 20 വർഷം ഒരുത്തനെ ജയിലിലിടാൻ എന്ത് ബേസിലാണ് നിയമങ്ങൾ? വളരെ ഈസി അല്ലേ? കുട്ടികൾ ജയേന്ദ്രന്റെ കേസ് ഇപ്പൊ എല്ലാവർക്കും ആണ്. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. കുട്ടികൾ ജയേന്ദ്രന് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 2-3 പ്രമുഖ സിനിമകൾ പുള്ളിയുടെ നിന്ന് പോയി. 13 ലക്ഷം രൂപ പുള്ളിയുടെയും ചെലവായി. കുട്ടികൾ ജയേന്ദ്രന് സെറീന എന്നൊരു ഭാര്യ പോരാടാനുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. കുട്ടികൾ ജയേന്ദ്രൻ കോഴിക്കോട് നമ്മുടെ പ്രസ് മീറ്റ് വന്നു പറഞ്ഞു ഇതൊക്കെ ആത്മഹത്യ നിന്നാണ്. എന്ത് ചെയ്യുവാനാണ്? എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആസാനമായി. എവിടെ ചെന്നാണ് ഈ രാജ്യത്ത് ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസ്?